ഹായ് ഫ്രണ്ട്സ്, ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വെള്ളക്കടല കൊണ്ടൊരു സ്വീറ്റാണ്. ആദ്യം നമുക്ക് കടല നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ശേഷം നമുക്ക് അതിൻ്റെ തോലെല്ലാം മാറ്റി ഇതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ പൊടിച്ചെടുത്ത് മാറ്റി വെച്ചേക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായാലുടൻ തന്നെ ഒരു 3 സ്പൂൺ കണക്കാക്കി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കടലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വേവിച്ച് പൊടിച്ചു വെച്ചിരിക്കുന്ന കടല നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം നമുക്ക് ഇതൊന്ന് ചെയ്തെടുക്കാൻ. ഒരു 2 മിനിറ്റ് മതിയാകും. അതിനുശേഷം ഞാനിന്ന് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ചെറിയ തേങ്ങയുടെ അരമുറി ഭാഗം ചിരവിയതാണ്. അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങയും കടലയൊക്കെ നല്ലതുപോലെ ഒന്ന് നെയ്യിലിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. വെള്ളക്കടലയും തേങ്ങയും എല്ലാം ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കര പാനിയാണ്. ശർക്കരയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തയ്യാറാക്കിയ പാനിയാണിത്. കുറച്ച് തിക്കായിട്ടുണ്ടാവും. തിക്കായി ഇരുന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ലെവലിൽ ഇത് ഉണ്ട പിടിക്കാൻ കിട്ടുകയുള്ളൂ. ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കി വീണ്ടും യോജിപ്പിക്കണം. ഏലക്കായും ഞാനിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് തിക്കായി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നെയ്യും ശർക്കരയും തേങ്ങയും കടലയൊക്കെ ഒന്നിച്ച് വരുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ശർക്കരപ്പാനി നമുക്ക് കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ബാക്കി ഇരുന്നത് കൂടി ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മധുരം എത്രയാണ് ആവശ്യം അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നമുക്ക് വറ്റി കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് തണുക്കാൻ വെക്കണം. ഞാനിപ്പോൾ സ്റ്റൗവിൽ നിന്ന് മാറ്റി ഇത് തണുക്കാൻ വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടി മാറ്റി വെച്ചേക്കാം. ഇതിപ്പോൾ ചൂടോടുകൂടി തന്നെ ഉണ്ട പിടിക്കണം എന്നൊന്നുമില്ല. നമ്മൾ വളരെ തിക്കായിട്ടുള്ള ശർക്കര പാനിയാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ട പിടിക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ എല്ലാം റെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് അരിപ്പൊടിയാണ്. അതിനോടൊപ്പം 1 സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ കറുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് മാവ് കലക്കാനുള്ള വെള്ളം എത്രയാണ് ആവശ്യം അത് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് കലക്കിയെടുക്കുക. നമുക്ക് ഈ ഉണ്ടയെല്ലാം ഈ മാവിൽ മുക്കി വേണം പൊരിച്ചെടുക്കാൻ. ഇപ്പോൾ മാവെല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 3 സ്പൂൺ കണക്കാക്കി നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് കൂടി ഒഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പലഹാരത്തിന് വളരെയധികം ടേസ്റ്റ് കിട്ടുന്നതാണ്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ഉരുളകൾ മാവിൽ മുക്കിയ ശേഷം സ്പൂൺ കൊണ്ട് തന്നെ കോരി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. മാവ് തയ്യാറാക്കുമ്പോൾ വെള്ളം കൂടാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഈ ഉണ്ടയെല്ലാം പൊട്ടിപ്പോകുന്നതാണ്. അതുകൊണ്ട് കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടാൻ നോക്കണം. അങ്ങനെ ഓരോ ബോൾസ് നമുക്ക് മാവിൽ മുക്കി തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. എല്ലാ ബോൾസും ഞാനിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെള്ളക്കടല കൊണ്ടുള്ള സ്വീറ്റ് ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.